പരസ്പരം പൂരകങ്ങളായി വർദ്ധിക്കുവാൻ സഹായിക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ള കുടുംബജീവിതത്തിന്റെ അവകാശികളായി വരുന്നതാർത്തണമേ. കുടുംബജീവിതത്തിലും മറ്റ് മേഖലകളിലും അവരെ ഏൽപ്പിക്കുന്ന താലന്തുകൾ വിശ്വസ്തോടുകൂടി കൈകാര്യം ചെയ്യുവാനും ആദരപൂർവ്വം തിരികേൽപ്പിക്കുവാനും മാലാഖമാരും പരിശുദ്ധന്മാരും ശുദ്ധിമതികളും ഒന്നിച്ച് നിന്നെ പാടിപ്പോഴ്ത്തുവാനും തക്കവണ്ണം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. നിന്റെ കൃപയാൽ ഞങ്ങളെ സമ്പന്നമാക്കണമേ. പരിശുദ്ധമായ പുതാശയും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും അനുഗ്രഹകരമായി പവിപ്പാൻ സംഗതിയാക്കണമേ. അതെല്ലാം ഇതിനുവേണ്ടി ആഗ്രഹിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്നു. ഏവർക്കും ഒരുമിച്ച് കൂടുവാനും നിന്റെ മഹത്തരമായിട്ടുള്ള അനുഭവങ്ങളെ അയവിറക്കുവാനും നിന്റെ സന്നിധി സ്തോത്രഗീതങ്ങളോടുകൂടി അയപ്പാനും ഞങ്ങളുടെ ക്രിസ്തീയ കൂട്ടായ്മ ആചരിക്കുവാനും ഞങ്ങളെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. വേണ്ടി അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്യുന്ന സകലർക്കും വേണ്ടതായിട്ടുള്ള കൃപകളും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ എവിടെയായിരുന്നാലും നിന്നെ അറിയുന്നവരും നിന്റെ താല്പര്യത്തിന് വിധേയമായി ജീവിക്കുന്നവരും നിന്റെ കരുണയിൽ അഭയം തേടുന്നവരുമായി ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്കുള്ള എല്ലാവരും നിന്നെ മഹത്വപ്പെടുത്തുവാൻ സംഗതിയാക്കണമേ. കർത്താവ്, ഈ സമയത്ത് ഞങ്ങളുടെ അനുഗ്രഹകരമായി തുറന്നയക്കുകയും നിന്റെ കൃപയിൽ വളർത്തുകയും ശ്രദ്ധേയമായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കുകയും ചെയ്ത ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള എല്ലാവരെയും നിന്റെ തിരുസന്നിധി സ്തോത്രത്തോടെ സ്മരിക്കുന്നു. അവിടെ കൂട്ടായ്മയും മധ്യസ്ഥയും ഞങ്ങൾക്ക് കൂട്ടും കാവലുമായിരിക്കണമേ. പരിശുദ്ധന്മാരും ശുദ്ധികളുമായ എല്ലാവരുടെയും മധ്യസ്ഥകൾ ഞങ്ങൾ അഭയം തേടുകയും അവരോടുകൂടി നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളെ ഈ തീർത്ഥയാത്ര അനുഗ്രഹകരമായി പകർത്താനും നിനക്ക് പ്രസാദമുള്ള ജീവിതത്തിന്റെ ഉടമകളായിരിക്കാനും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയും സ്തോത്രം പാടുവാനായിട്ട് തന്നെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, സുന്ദരെ പോലെ ഭൂമിയിലുമാകണമേ. പോലെ ശിക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. രാജ്യവും ശക്തിയും മഹത്വം ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൃത്തോറിയമേ, തമ്പുരാന്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാന്റെ വിശ്രമമേ. ആമേൻ. ഞങ്ങളിൽ അലിവാൻ അക്കലപേക്ഷയും ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻകോടായി അടികളെയും തൻ കോപത്തിൻ അടികളെയും മാറ്റിയിടാൻ സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തൻ മാതാവേ ഉന്നതിയും അരിമാമുടി സഹദേന്മാർക്കും കരുണയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധമായ സമന്തവും സഹവാസവും ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങൾക്കുള്ള എല്ലാവരുടെ മേലും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന സ്ഥലത്തിന്മേലും സ്ഥലങ്ങളുടെ മേലും വിശേഷം എന്റെ സന്നിധിയിൽ വേർതിരിക്കുന്ന വിവാഹ ജീവിതത്തിലേക്ക് വിളിച്ചിറക്കപ്പെടുന്ന അതിന്റെ മക്കളോടുകൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. സ്നേഹമേ, എന്നെ തേടി തേടി വന്ന എന്നിടയൻ എന്റെ നാഥൻ എന്നെ നേടി സ്വന്തമായി. സ്നേഹമേ, എന്നെ തേടി തേടി വന്ന എന്നിടയൻ എന്റെ നാഥൻ എന്നെ നേടി സ്വന്തമായി. സ്നേഹമേ,
വെണ്ണിലാവായി വിണ്ണിൽ നിന്നും അരികിൽ വന്നു മഞ്ഞല പോൽ ഹൃദയനാഥൻ സ്നേഹമായി കുളിരണിഞ്ഞു ഹൃദയവും. സ്നേഹമേ എന്നെ തേടി തേടി വന്ന എന്നിടയൻ എന്റെ നാഥൻ എന്നെ നേടി സ്വന്തമായി. സ്നേഹമേ മൃദുലമായൻ മുറിവിലങ്ങേ സ്നേഹതൈലം പകർന്നു നിന്നു. മൃദുലമായൻ മുറിവിലങ്ങേ സ്നേഹതൈലം പകർന്നു നിന്നു. വിജനമാമൻ വീഥികളിൽ വചനമേകൂ സ്നേഹമേ, ജീവനേകൂ നാഥനേ. സ്നേഹമേ എന്നെ തേടി തേടി വന്ന എന്നിടയൻ എന്റെ നാഥൻ എന്നെ നേടി സ്വന്തമായി. സ്നേഹമേ എന്നെ തേടി തേടി വന്ന എന്നിടയൻ എന്റെ നാഥൻ എന്നെ നേടി സ്വന്തമായി. സ്നേഹമേ ഭൂമിയിൽ സമാധാനം, ജീവനിൽ കൃപാദാനം. ഇന്നൻ മാനസം ആർത്തുപാടിടും സർവം ദൈവമേ നിന്റെ കാരുണ്യം. ഈശോ എന്നാനന്ദമായി നീ നിത്യജീവനാമെന്റെ നാഥ. ഭൂമിയിൽ സമാധാനം, ജീവനിൽ കൃപാദാനം. ഇന്നൻ മാനസം ആർത്തുപാടിടും സർവം ദൈവമേ നിന്റെ കാരുണ്യം. ഈശോ എന്നാനന്ദമായി നീ നിത്യജീവനാമെന്റെ നാഥ. സ്നേഹനാഥൻ ചൊല്ലി ഞാനും സ്നേഹമേകിയ പോലെ സ്നേഹം പകരൂ നിങ്ങൾ എന്നും സാക്ഷ്യമേകൂ മന്നിൽ. സ്നേഹനാഥൻ ചൊല്ലി ഞാനും സ്നേഹമേകിയ പോലെ സ്നേഹം പകരൂ നിങ്ങൾ എന്നും സാക്ഷ്യമേകൂ മന്നിൽ.
മാർഗമായി ജീവനായി സത്യദൈവസൂനു ശിഷ്യരോടായി ചൊല്ലിയേവം നന്മ ചെയ്യൂ നിങ്ങൾ. മാർഗമായി ജീവനായി സത്യദൈവസൂനു ശിഷ്യരോടായി ചൊല്ലിയേവം നന്മ ചെയ്യൂ നിങ്ങൾ. സ്നേഹനാഥൻ ചൊല്ലി ഞാൻ സ്നേഹമേകിയ പോലെ സ്നേഹം പകരൂ നിങ്ങൾ എന്നും സാക്ഷ്യമേകൂ മണ്ണിൽ. സ്നേഹനാഥൻ ചൊല്ലി ഞാൻ സ്നേഹമേകിയ പോലെ സ്നേഹം പകരൂ നിങ്ങൾ എന്നും സാക്ഷ്യമേകൂ മണ്ണിൽ. ശാഖയായി വാഴുകിൽ നിങ്ങൾ നിത്യശാന്തി നേടും. പൊൻപ്രകാശം വീശിയെന്നും ദീപമാകൂ മണ്ണിൽ. ശാഖയായി വാഴുകിൽ നിങ്ങൾ നിത്യശാന്തി നേടും. പൊൻപ്രകാശം വീശിയെന്നും ദീപമാകൂ മണ്ണിൽ. ഭൂമിയിൽ സമാധാനം ജീവനിൽ കൃപാദാനം ഇന്നൻ മാനസം ആർത്തുപാടിടും. സർവം ദൈവമേ നിന്റെ കാരുണ്യം. ഈശോ എന്നാനന്ദമായി നീ നിത്യജീവനാമെന്റെ നാഥ. സ്നേഹനാഥൻ ചൊല്ലി ഞാൻ സ്നേഹമേകിയ പോലെ സ്നേഹം പകരൂ നിങ്ങൾ എന്നും സാക്ഷ്യമേകൂ മണ്ണിൽ. സ്നേഹനാഥൻ ചൊല്ലി ഞാൻ സ്നേഹമേകിയ പോലെ സ്നേഹം പകരൂ നിങ്ങൾ എന്നും സാക്ഷ്യമേകൂ മണ്ണിൽ.
കുടുംബജീവിതം ആരംഭിക്കുകയാണ്. കുടുംബജീവിതം രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായി തീരുന്നത് സാന്ദർഭികമായി നടക്കുന്നതല്ല. ദൈവം നിങ്ങൾ രണ്ടുപേരെയും രണ്ട് കുടുംബങ്ങളിൽ നിന്ന് തിരഞ്ഞു പിടിച്ച് ഭാര്യ ഭർത്താവുമാക്കി. പറയുന്നുണ്ട്, ദൈവം കൂട്ടിച്ചേർത്തതിന് മനുഷ്യൻ വേർതിരിക്കരുത്. ഈ വിവാഹത്തിൻ്റെ ശില്പി ദൈവം തന്നെയാണ് എന്നും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ദൈവം നിങ്ങളെ കൂട്ടിച്ചേർത്തു എന്ന് മാത്രമല്ല, നിങ്ങളുടെ കൂട്ടിച്ചേർപ്പ് കുടുംബമായി ഏകമായി തീരുന്നതിനും നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് ആശ്വസിപ്പിക്കുന്നു. കരയുമ്പോൾ കണ്ണീരൊപ്പം സന്തോഷിക്കുമ്പോൾ കൂട്ടുചേരുന്ന ദൈവസാന്നിധ്യം. നമ്മുടെ കർത്താവിനോടൊപ്പം കുടുംബമായി യാത്രയാരംഭിക്കുക. അപ്പോൾ ജീവിതം മുഴുവൻ കൗതാശികമായും അനുഭവമായും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലുള്ള ഒരു ഉടമ്പടി കൂടിയാണ് വിവാഹം. പഴയ പിതാവും ദൈവവും ജനവും തമ്മിലുള്ള ബന്ധം ഉടമ്പടി എന്നും നിലനിർത്തുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കുടുംബത്തിൽ ജനിച്ചു വളർന്ന നിങ്ങൾ രണ്ടുപേരെയും ഭാര്യയും ഭർത്താവുമായി ഒരു ഹൃദയമുള്ളവരാക്കി ഒരു ഉപാധിയുമില്ലാത്ത സ്നേഹം നിലനിർത്തുന്ന ഒരു സ്നേഹമാണ്. ദൈവമായ ശ്രമമാണ് കുടുംബജീവിതത്തിൻ്റെ താല്പര്യമെന്ന് പറയുന്നത്. വളർച്ചയുള്ള ഒരു സ്നേഹബന്ധത്തിലേക്കാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. ദൈവനമ്പുരാൻ ഈ സ്നേഹം വളർത്തിയെടുക്കട്ടെ. അതിനുവേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുവാൻ ബന്ധത്തിലും ധന്യമാണ്, അനുഗ്രഹകരമാണ്. ആ ഒരു ജീവിതമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്നത് നമുക്കറിയാം, മാർക്കറ്റ് മനുഷ്യൻ്റെ മൂല്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലാഭം സുഖം എല്ലാം ജീവിതത്തിൽ അന്വേഷിക്കും. സ്വന്തം താല്പര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നീതിയും സ്നേഹവും അടിസ്ഥാന ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വിലയുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ മാർക്കറ്റാകരുത് നിങ്ങളെ സ്വാധീനിക്കുന്നത് അടിസ്ഥാന ക്രിസ്തീയ മൂല്യങ്ങളാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ചുമതല കൂടി നിൽക്കുന്നു. വരും തലമുറയ്ക്ക് ജന്മം കൊടുക്കുവാൻ വളർത്തിയെടുക്കുവാൻ ഭാര്യ ഉത്തരവാദിത്തം. തീർച്ചയായിട്ടും അതിനും ദൈവത്തിനാണ് ചുമതല കിട്ടുകയെന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അനുഗ്രഹകരമായ നീണ്ട സന്തോഷമുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ എന്തെല്ലാം ആവശ്യമാണ് അതെല്ലാം ദൈവം തന്നെ സന്തോഷമുള്ള ദീർഘമായ അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കാൻ ഇടയാക്കട്ടെ. സത്യത്തിൽ തിരുമേനയാണ് ഇതൊക്കെ പറയേണ്ടതാണ്. എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് മാത്രം പറയുകയാണ്. തിരുമേനയ്ക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പറയുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഒരിക്കൽ അച്ഛൻ്റെ കുടുംബാംഗം അല്ലെങ്കിൽ ഒരു കുടുംബാംഗം